വയനാട് കളക്ടറും ബസ്സുടമകളും കെഎസ്ആർടിസി അധികൃതരും നടത്തിയ ഉന്നതതല യോഗത്തിൽ ബസ്സുടമകളുടെ പ്രശ്നം പരിഹരിക്കാനായില്ല. 10 മുതൽ സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ്സുടമകൾ അറിയിച്ചു. അതേസമയം വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് 25% വർദ്ധിപ്പിക്കും. ഒരു തരത്തിലും വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധന അംഗീകരിക്കുകയില്ലെന്നും കെഎസ്ആർടിസിയിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര അനുവദിക്കണമെന്നും SFI നേതാക്കളും പ്രതികരിച്ചു. കളക്ടറും ADM-ഉം കെഎസ്ആർടിസി അധികൃതരും നടത്തിയ ഉന്നതതല ചർച്ചയിൽ ബസ്സുടമകളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. കെഎസ്ആർടിസി സ്ത്രീ സൗജന്യ ബസ്സുകളുടെ യാത്രാസമയം ക്രമീകരിക്കുന്നതടക്കം നടപ്പിലാക്കാൻ ആവില്ല എന്ന നിലപാടാണ് കെഎസ്ആർടിസി അധികൃതർ അറിയിച്ചത്. സ്ത്രീ സൗജന്യ ബസ്സുകൾ വന്നതോടെ ഉണ്ടായ കനത്ത നഷ്ടത്തിന് പരിഹാരമാകാത്തതിനാൽ 10-ന് ശേഷം സർവീസ് നിർത്തിവെക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാകുമെന്ന് ഉടമകൾ അറിയിച്ചു. ഞങ്ങളുടെ G-ഫോം പിൻവലിക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടം ഞങ്ങളോട് പറഞ്ഞത് ഉന്നതതല ഒരു ചർച്ച KSRTC-യുമായി നടത്താമെന്ന്. പക്ഷേ ഇന്ന് KSRTC-യുടെ അധികാരികൾ വന്നെങ്കിലും ഇവിടെ ഷെഡ്യൂൾ മാറ്റുന്നതോ സമയ പുനഃക്രമീകരണമോ ഒന്നും തന്നെ KSRTC-ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് KSRTC അധികാരികൾ ഞങ്ങളെ അറിയിച്ചു. പിന്നെ സെയിം ടൈമിന് ഓടുന്ന വാഹനങ്ങളുടെ സമയമുണ്ടെങ്കിൽ മാത്രം മാറ്റിത്തരാമെന്നും മറ്റ് ഒരു നടപടികളും നടത്താൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവില്ലാതെ KSRTC-യുടെ സമയം പരിഷ്കരിക്കാനോ യാതൊരു നടപടികളും വയനാട് ജില്ലയിൽ കേരളത്തിൽ നടത്താൻ പറ്റില്ലെന്നും KSRTC അധികാരികൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ വലിയ വെല്ലുവിളി നേരിടുകയാണ്. കുറേ സ്റ്റാൻഡുകളിൽ ഒപ്പത്തിനൊപ്പം സ്വകാര്യ ബസ്സുകൾക്കൊപ്പം തന്നെ ചെയിനായിട്ട് KSRTC ഓടിക്കുന്നു. തരത്തിൽ പോലും ഡീസൽ അടിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമാണ്. എന്താണെങ്കിലും ഞങ്ങൾ ജില്ലാ ഭരണകൂടം നടത്തിയ ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ സെറ്റിൽമെൻറ്റ് ആവാത്ത പക്ഷം ഞങ്ങൾ കമ്മിറ്റി കൂടി ആലോചിച്ച് വരും ദിവസം ഞങ്ങളൊരു ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ സമരമോ വെല്ലുവിളിയോ ഒന്നുമല്ല, സ്വകാര്യ ബസ്സുകൾ വയനാട് ജില്ലയിൽ 10-ാം തീയതിക്കുള്ളിൽ തന്നെ ഞങ്ങൾ യോഗം കൂടി നിർത്തിയിടുന്ന സ്ഥിതിയിലേക്ക് ഞങ്ങൾ വരാൻ പോവുകയാണ്. അതേസമയം വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധന സംബന്ധിച്ച് കളക്ടർ വിളിച്ചു ചേർത്ത വിദ്യാർത്ഥി പ്രതിനിധികളുടെ യോഗത്തിൽ SFI നേതാക്കൾ ഒഴികെ മറ്റ് സംഘടനാ പ്രതിനിധികളൊന്നും തന്നെ എത്തിച്ചേരാത്തതിനാൽ യോഗം നടന്നില്ല. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധന സാധാരണ ബസ് ചാർജിന്റെ 25%ആക്കാൻ ബസ് ഉടമകൾ തീരുമാനിച്ചു. തിങ്കളാഴ്ച മുതൽ ബസ് ചാർജ് 25%ആക്കി വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കി സർവീസ് നടത്തുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. ഗവൺമെന്റിന്റെ ജിയോയിൽ തന്നെ പറയുന്നുണ്ട്, 2001 ഇറക്കിയ ജിയോയിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾക്കറിയാം എത്രയാണോ ടിക്കറ്റ് ഫെയർ ആ ഫെയറിന്റെ 25% നമ്മൾക്ക് വിദ്യാർത്ഥികളുടെ കൺസെഷൻ റേറ്റ് ഈടാക്കാനുള്ള അധികാരം സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർക്കുണ്ട്. അത് കാലത്തിനനുസൃതമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധനവുമായിട്ട് അത് നടപ്പിലാക്കാത്തതിലുള്ള പ്രശ്നം കൊണ്ടാണ് ഇന്ന് 10%ത്തിലേക്ക് കുറഞ്ഞു പോയത്. അപ്പോൾ ഗവൺമെൻറ് ജിയോയും ഇപ്പോഴത്തെ ചാർജും തമ്മിൽ 15% വ്യത്യാസം നിൽക്കുകയാണ്. ആ നിലയ്ക്ക് ഞങ്ങൾ ആ 2001 കാലത്തുള്ള ജിയോ പ്രകാരം ഞങ്ങൾ 25% വാങ്ങിക്കൊണ്ട് തിങ്കളാഴ്ച ജില്ലയിൽ സർവീസ് നടത്താൻ ഞങ്ങൾ നിർബന്ധിതരാവുകയാണ്. എന്നാൽ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധന ഒരു തരത്തിലും അംഗീകരിക്കാൻ ആവില്ല എന്നാണ് SFI നേതാക്കൾ അറിയിച്ചത്. വരുമാന നഷ്ടം ബാലൻസ് ചെയ്യാനുള്ള സാമ്പത്തിക സ്ലാബായി വിദ്യാർത്ഥികളെ കാണരുതെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് പറഞ്ഞു. ബസ് ചാർജ് ഒരിക്കലും വിദ്യാർത്ഥികളുടെ കൺസെഷൻ വർദ്ധിപ്പിക്കാൻ പാടില്ല. അത് അന്നും ഇന്നും എന്നും SFIയുടെ നിലപാട് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ പ്രൈവറ്റ് ബസ് മേഖല വലിയ പ്രതിസന്ധിയിലാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പ്രതിസന്ധിക്ക് കാരണം വിദ്യാർത്ഥികളാണോ? പ്രതിസന്ധിക്ക് കാരണം വികലമായ സർക്കാർ നയമാണ്. സർക്കാർ ആ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യും എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തുന്നതല്ലാതെ ന്യായമായി അവരെ സഹായിക്കാൻ ആവശ്യം ഒന്നും ചെയ്യുന്നില്ല. ഇതിനകത്തൊരു പ്രശ്നം, ഈ ഉണ്ടാവുന്ന നഷ്ടം ബാലൻസ് ചെയ്യേണ്ടവർ വിദ്യാർത്ഥികളാണ് എന്നൊരു തോന്നൽ വരികയാണ്. അതെങ്ങനെ ശരിയായ കാൽക്കുലേഷനാണ്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ എക്കണോമിക്കൽ കാൽക്കുലേഷനിൽ ഈ നഷ്ടം ബാലൻസ് ചെയ്യാനുള്ള ബാധ്യതയും ആ ഉത്തരവാദിത്വം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മുകളിൽ വെക്കാമെന്നാണോ പുതിയ മുഖ്യമന്ത്രിയുടെ എക്കണോമിക് കാഴ്ചപ്പാട്? അദ്ദേഹം വിശദീകരിക്കട്ടെ. ഒരു കാരണവശാലും ബസ് ചാർജ് വർധന അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കൈരളി ന്യൂസ്, വയനാട്.